ഇപ്പം നമ്മളിങ്ങനെ ഏലപ്പാറ വ്യൂ പോയിന്റിലാണ് കേട്ടോ. ഇവിടെ ഒരു മരം നിൽക്കുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ടേ. ഇവിടെ നമുക്ക് വാഗമണ്ണിൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചകളൊക്കെ കാണാം. അതൊന്ന് കണ്ടുവരാവേ. ഇതാണ് ഈ ഒരു മരം നിൽക്കുന്നത്. ഒറ്റയൊരു വാഗമരം മാത്രമേ വിടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ പൂവൊന്നുമില്ല. ഇവിടുന്ന് നമുക്ക് കാണാവുന്ന ഏറ്റവും നല്ല കാഴ്ച വാഗമണ്ണിലേക്ക് പോകുന്ന റോഡാണ്. പിന്നെ നമ്മുടെ ഈ വ്യൂ പോയിന്റിൻ്റെ ഇവിടുത്തെ കാഴ്ചകളും കാണാം. ഇപ്പം ഒരുപാട് സഞ്ചാരികളൊക്കെ ഇവിടെ വന്ന് നിന്ന് താഴോട്ടിങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ട് അവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ കാണാം. പിന്നെ അടിപൊളി തേയിലത്തോട്ടം, വാഗമണ്ണിലേക്ക് പോകുന്ന റോഡ്, ആ റോഡ് വഴി വരുന്ന വാഹനങ്ങൾ, ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു അടിപൊളി, ഒരു നല്ല അതിഗംഭീരമായൊരു കാഴ്ചയാണ്. ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. കുറച്ചപ്പുറത്തോട്ട് പോയാൽ നമുക്ക് ഏലപ്പാറയുടെ കാഴ്ചകളും കാണാം. ഈ വഴിക്കൊക്കെ ഇപ്പോൾ മുറിയാതെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഒത്തിരി ആൾക്കാർ ഒന്ന് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ ഇറങ്ങി ആ വാച്ചിങ് ഗാലറി എന്നുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഇവിടെ പുതിയതായിട്ട് എന്തൊക്കെയോ പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ ഇവിടെ ഇങ്ങനെ ഒരു തറ കെട്ടിയിട്ടേക്കുന്നുണ്ടോ, ഒരു ഷോപ്പിനുള്ള ഇട കാണുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഇവിടെ എന്തെങ്കിലും ഒരു ഷോപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് നല്ല ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് പിന്നീട് ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് താഴോട്ടുള്ള ഈ വാലി കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. കീഴപ്പെരുന്തറ ടൈഫോയിഡ് എസ്റ്റേറ്റുകാരുടെയാണ് ഈ തോട്ടം കേട്ടോ. വളരെ മനോഹരമായൊരു തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇപ്പം നമ്മൾ കുട്ടിക്കാനം പള്ളിക്കുന്നാണ്. പള്ളിക്കുന്നിലെ ഈ പള്ളിയുടെ കുറച്ച് കാഴ്ചകൾ കൂടെ കണ്ടിട്ടൊക്കെ പോകാം. ഇവിടെയൊക്കെ ഇപ്പം റോഡിനൊക്കെ നല്ല വീതിയായി കേട്ടോ. കാരണം ഈ സൈഡിലൊക്കെ ഒത്തിരി ഇടകളിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പൈൻ മരങ്ങളാണ് കേട്ടോ. ഈ പൈൻ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമൊന്നുമല്ല, ഒരു 100-150 വയസ്സൊക്കെ ഉള്ള പൈൻമരങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള പഴക്കമുള്ള ഒരു CSI പള്ളിയാണ് ഈ കുട്ടിക്കാനത്ത് പള്ളിക്കുന്നിലുള്ള പള്ളി കേട്ടോ. 150 വർഷത്തിന് മേൽ പഴക്കമുണ്ട് ഇതിന്. ഈ പൈൻമരങ്ങൾക്കിടയിൽ ഈ പള്ളി നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. പഴയ രീതിയിലായിരുന്നു, ഇപ്പോൾ ഇടയ്ക്ക് ഇച്ചിരി പുതുക്കിയൊക്കെ പണിതിട്ടുണ്ട്. ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായി. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഈ ബ്രിട്ടീഷ് സിമിത്തേരിയൊക്കെയാണ്. ഇത് കാണാനൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത്. ഇതെല്ലാം ഒന്ന് പുതുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലെ സിമിത്തേരിയിലേക്ക് ഇറങ്ങാനൊരു വഴിയുണ്ട്. റോട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനും ഒരു വഴിയുണ്ട്. ഇതുണ്ടോ ഒരു പൈൻമരം നിൽക്കുന്നുണ്ടോ, ഇത്ര വലുതാണെന്നറിയത്. നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ പള്ളിയും സിമിത്തേരിയും എല്ലാം കൂടെ ഉള്ളത്. ഇതൊക്കെ താഴോട്ടുള്ള സിമിത്തേരികളിലൊക്കെ സാധാരണ സിമിത്തേരികളാണ്. ഇവിടുത്തെ ഇതായ ആൾക്കാരുടെയാണ് കൂടുതലും. ഇവിടുത്തെ ഈ സിമിത്തേരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സിമിത്തേരിയിലും സാധാരണ മനുഷ്യരെയൊക്കെ തന്നെയല്ല അടക്കുന്നത്. ഇവിടെ കുതിരയെ അടക്കിയ ഒരു സിമിത്തേരി, അതാണ് കുതിര കല്ലറയാണ് ഈ കാണുന്നത്. ഡോണി എന്ന് പറഞ്ഞൊരു വെള്ളക്കുതിരയായിരുന്നു കേട്ടോ. ഒരു സായിപ്പിൻ്റെ സന്തത സഹചാരിയായിരുന്നു ഈ കുതിര. അപ്പം അത് മരിച്ചു കഴിഞ്ഞപ്പോൾ സാഹിബിന് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അതിനെ ഇവിടെ തന്നെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ ഇവിടെ അടക്കം ചെയ്തേക്കുന്നത്. ആ കുതിരയുടെ ഉടമസ്ഥനായിരുന്ന സാഹിബിൻ്റെ കല്ലറയാണ് ഇത് കേട്ടോ.
ജോൺ ഡാനിയൽ മൺറോ. ഇങ്ങനെ ഈ കുട്ടിക്കാനത്തെ ഒരു ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു വലിയ ധനാഢ്യനും ഒക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇവിടെ വന്ന് ഒരുപാട് തേയിലത്തോട്ടങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തി ഇവിടെ ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയ ഒരാളായിരുന്നു ഈ JD മൺറോ, ജോൺ ഡാനിയൽ മൺറോ എന്ന് പറയുന്ന സാഹിബ്. നമുക്കിനി ഇതിലേ ഇറങ്ങി ആ ബ്രിട്ടീഷ് സെമിത്തേരിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒന്നും ഇതില്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ഒരു കല്ലറയും കൂടെ ഇതിനകത്ത് കാണാം കേട്ടോ. പക്ഷെ അതിനെ അന്ന് മുകളിലൊരു മാലാഖയുടെ പോലെ ഒരു ഇത് കൊണ്ടുവച്ചു. അതിൻ്റെ ഒരു കൈ ഒടിഞ്ഞു പോയിരിക്കുകയാണ്. അതെങ്ങനെയോ പൊട്ടിപ്പോയതാണ്. കൊച്ചിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കാണാനൊരു വളരെ മനോഹരമാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഓരോ കല്ലറകളും ഉണ്ടല്ലോ, അതിൻ്റെ ഓരോ ബന്ധുക്കാരും സ്വന്തക്കാരുമായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ വർഷത്തിലൊന്ന് ഇവിടെ വന്ന് ഇവിടെ എല്ലാം ക്ലീനാക്കി റെഡിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് പോവാറ്. ഈ പള്ളിയുടെ ഈ താഴ്ഭാഗം മൊത്തം അവരുടെ ഒരു അധീനതയിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവരാണ് എല്ലാ കൊല്ലം വന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ പള്ളിക്ക് നീങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മനോഹരമായ മറ്റൊരു കാഴ്ച ഉണ്ട്. പൈൻമരങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ ഒരു വഴി കണ്ടോ. അത് എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിത് കണ്ടപ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നി. ഇവിടെ ഒരു ഗേറ്റൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ദൂരം നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. കാരണം ഇത് ഇങ്ങനെ ഈ പൈൻമരമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഈ മരത്തിനൊക്കെ ഒരുപാട് വർഷം പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ പൈൻമരം അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പോകില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ താഴോട്ടൊരു വഴി പോകുന്നുണ്ടേ. അത് ലൈൻസിലോ അങ്ങോട്ടൊക്കെ കുറേ ആൾക്കാർ താമസക്കാരുണ്ട്, അങ്ങോട്ട് പോകുന്നൊരു വഴിയാണ്. കുട്ടിക്കാനത്തിന് അടുത്തെത്താറായി കേട്ടോ. കുറച്ച് ദൂരം വന്നപ്പോൾ അവിടെ ഒരു കടയുണ്ടേ. ആ കടയിൽ നമുക്കൊരു ചെറിയൊരു കാൽച്ചായൊക്കെ കുടിച്ചു പോകാം. ഇവിടെ മെയിനായിട്ട് ഒരു കാലി ചായയൊക്കെ സിഗരറ്റോ പിടി അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അവിടെ കൂടുതലും. വലിയ കടി പിടി പരിപാടിയൊന്നുമില്ല. പിള്ളേർ സെറ്റൊക്കെ വരും. താഴോട്ട് നോക്കി ഇതൊരു ഭംഗിയാണ്. നോക്കി റോഡൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ നല്ല മിന്നൽ പോലെയാണ്. ഇതിലേ ഒരു വഴി മുകളിലോട്ട് പോകണ്ട കേട്ടോ. വഴിയിലെല്ലാം കൂടുതലും വാകയും കണിക്കൊന്നയൊക്കെയാണ്. ഈ റോഡ് എപ്പോഴും നല്ല തിരക്കാട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വഴി നമുക്കിവിടെ കാണാവേ. ഇത് മദാമക്കുളത്തിലേക്ക് പോകുന്നതാണ്. മദാമക്കുളത്തിൻ്റെ അവിടെയായിട്ട് വലിയൊരു ബംഗ്ലാവും ഉണ്ട്. പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ആൾക്കാരെ കടത്തി വിടത്തില്ല. നമുക്ക് ആ വഴിക്കൂടെയൊക്കെ അതിലെങ്ങനെ കുറച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ആ മഞ്ഞിറങ്ങുന്ന കേട്ടോ, അതിൻ്റെ അവിടെയായിട്ട് വലിയൊരു ബംഗ്ലാവുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു പഴയ മദാമക്കുളവും ഉണ്ട്. വളംചാങ്ങാനത്തിൻ്റെ മേൽവശമാണ്. നല്ല രീതിയിൽ ഇവിടെ മിസ്റ്റിങ്ങിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞിങ്ങനെ പോകുന്നു. പോക്ക് വയ്ക്ക്. ഇപ്പോൾ പാഞ്ചാലിമേടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മഞ്ഞായിരിക്കും. അതുപോലെ പരുന്തുംപാറ അവിടെ ചെന്നാൽ വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല, മൊത്തം മഞ്ഞായിരിക്കുമേ. ചില സമയത്ത് റോഡിലൊക്കെ ഭയങ്കരമായി തിരക്കായിരിക്കും വാഹനങ്ങളുടെ. വളംചാങ്ങാനത്ത് അങ്ങനെ വെള്ളച്ചാട്ടം ആരംഭിച്ചു കേട്ടോ. കുറച്ച് മഴയൊക്കെ പെയ്തപ്പോൾ മുകളിൽ കുട്ടിക്കാനത്തെ മദാമക്കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് ഈ വരുന്നത്. അത്രയധികം കൂടുതലൊന്നുമില്ല വെള്ളം, എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട് കേട്ടോ.
ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ചൂട് പഴംപൊരിയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ ബീച്ചേണ്ട അറിയാം, ബീച്ചേണ്ടും ചേച്ചി. ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വരുന്ന ആൾക്കാരും ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകരും ഒക്കെ ഇവിടെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ ചായയും വെള്ളമൊക്കെ കുടിച്ചേ പോകാറുള്ളത്. നമ്മുടെ കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നൊരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടവും. പിന്നെ മൂന്നാർ വഴിക്കുള്ള ചീയപ്പാറ വാട്ടർഫാൾസും. അപ്പം നമുക്കിനി തിരിച്ച് കുട്ടിക്കാനത്തേക്ക് പോവാം. അത് കുതിരയല്ല കേട്ടോ, കോവർക്കഴുതിയാണേ. കണ്ടാ കുതിര പോലെ ഇരിക്കും. നമ്മൾ അവിടെ നിന്നായിരുന്നു ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇപ്പം നമ്മൾ അമ്മച്ചിക്കൊട്ടാരത്തിലേക്കുള്ള വഴി ഇവിടുന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് പോവുകയാണേ. ഇതാണ് അമ്മച്ചിക്കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴി. ഇതാണ് അമ്മച്ചിക്കൊട്ടാരത്തിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥ. ഇവിടെ മൊത്തം മഞ്ഞ് കയറി കിടക്കാം മുകളിലെല്ലാം. ആ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് മഞ്ഞാണേ. അപ്പോൾ വണ്ടി ഇവിടെ ഇരിക്കട്ടെ. അതിൻ്റെ അപ്പുറത്തൊരു ചെളി പോലെയാണ്. വണ്ടി അപ്പുറത്തോട്ട് കടത്തിയില്ല. ഇവിടുത്തെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. സാധാരണ വണ്ടിയൊക്കെ അപ്പുറത്തെ പാർക്കിങ്ങിലാണ് കൊണ്ട് വയ്ക്കാറ്. കുറച്ച് വനഭംഗിയൊക്കെ ഇവിടെ നമുക്ക് കാണാം. പക്ഷെ വനത്തിലെല്ലാം മുഴുവൻ വേസ്റ്റ് ആയിരിക്കും. മഴ പെയ്ത് മാറിയതേ ഉള്ളൂ ഇപ്പോൾ കേട്ടോ. അത് കാരണം ഒരു ഭയങ്കര ഇരുട്ടാണേ. മഴക്കാറിങ്ങനെ നിൽക്കുമോ. ഇവിടെ വെച്ചാൽ എപ്പോൾ വേണേലും മഴ പെയ്യാം, എപ്പോൾ വേണേലും മഞ്ഞ് വരാം. അങ്ങനെ കാലാവസ്ഥ മാറി മാറി പെട്ടെന്ന് ചേഞ്ച് ആവുന്നൊരു സ്ഥലമാണ് കുട്ടിക്കാനം. ഇപ്പോൾ നമ്മൾ അതിനടുത്തേക്ക് എത്താറായി കേട്ടോ, അമ്മച്ചിക്കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക്. ഇവിടെയുണ്ട് കുറച്ച് പൈൻ മരങ്ങളൊക്കെ. രാജാക്കന്മാർ മാറിയപ്പോൾ പിന്നെ സായിപ്പന്മാരുടെ കയ്യിലൊക്കെ ഇരുന്നല്ലേ, അപ്പോൾ അവർ പൈൻ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും. ഇതും വലിയ മരമാണ് കേട്ടോ, കുറേ പഴക്കമുണ്ട് ഇതിനൊക്കെ. അപ്പോൾ അതാണ് അമ്മച്ചിക്കൊട്ടാരം. പഴയ കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്നു ഇത് കേട്ടോ. അവരെ തോഴിമാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഉള്ള അവരിവിടെ വന്ന് അവധിയൊക്കെ ആഘോഷിച്ച് പോയിക്കൊണ്ടിരുന്നതാണ്. അവരെയൊക്കെ അമ്മച്ചിന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, രാജാക്കന്മാരുടെ ഭാര്യമാരെയൊക്കെ. അങ്ങനെയാണ് അമ്മച്ചിക്കൊട്ടാരം എന്നതിന് പേര് വന്നത്. നല്ല നിലാവുള്ള രാത്രി എന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങാണ് ഇവിടെ മെയിനായിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് നടന്നത് കേട്ടോ. ആ സിനിമ നമ്മൾ കണ്ടാണ്. ചെമ്പൻ വിനോദൊക്കെ ഉണ്ട ഒരു പടമാണ്. ഇത് ഭൂരിഭാഗവും ഈ ഒരു അമ്മച്ചിക്കൊട്ടാരത്തിലാണ് ഷൂട്ട് ചെയ്തത്. പഴയ കാലത്തെ ഇതിനൊക്കെ എത്ര വർഷം പഴക്കം കാണുമല്ലേ. അപ്പോൾ അമ്മച്ചിക്കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഒത്തിരി കാഴ്ചയൊന്നുമില്ല. അവിടെ ഈ സിനിമാക്കാരെ വന്ന് ഓരോ സെറ്റൊക്കെ ഇട്ട് പിന്നെ ആ ഭിത്തിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കാലിയായിട്ട് തന്നെ കിടക്കുവാണേ. അപ്പം നമുക്ക് ഈ വണ്ടി ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങിപ്പോവാം.
രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച പോലെ തന്നെ ഇത് ഇപ്പോഴും ഇരിക്കുന്നു കേട്ടോ. ഇതിനൊരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇതിലേ വേണമെങ്കിലും നമുക്ക് താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വരാമേ. പക്ഷെ നമ്മൾ അപ്പുറത്തെ റോഡേ കൂടെയാണ് കയറി പോയത്. ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഇരുട്ടങ്ങ് വീണേ. ഇപ്പം നല്ലൊരു മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് കുട്ടിക്കാനത്തെത്തണം. കുട്ടിക്കാനത്തെ മരിയൻ കോളേജിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു മരിയൻ ചർച്ചുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മരിയൻ കോളേജും. അതൊക്കെയും കോളേജാണേ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജാണിത്. ഇപ്പോൾ നല്ല ഭംഗി ഇവിടെ കാണാൻ കേട്ടോ. മഞ്ഞിങ്ങോട്ട് കയറി വരുന്നുണ്ടോ. അതുപോലെ നമ്മൾ ഇത് മരിയമ്പള്ളിയല്ല കേട്ടോ, ഇത് സെൻറ്റ് ജോസഫ് ചർച്ചാണ്, നിത്യാരാധന ചർച്ചാണ്. മൊത്തം മഞ്ഞിപ്പോൾ കയറി വരുവാണ്. മരിയൻ കോളേജ് ഇവിടുന്ന് നമുക്ക് നന്നായിട്ട് കാണാം കേട്ടോ. താഴെ നിന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ മിസ്റ്റടിച്ച് കയറുന്നുണ്ടോ. ഇവിടെ നമുക്കൊരു പള്ളി കാണാം. കുട്ടിക്കാനത്ത് വന്ന ഒരുപാട് കാഴ്ചകളാണ്. ഇത് ഭംഗി നോക്കി പള്ളി കാണാൻ. ഇവിടെ എല്ലാം നിത്യാരാധന ചാപ്പലുകളാണ്, ധ്യാന കേന്ദ്രമൊക്കെയാണ്.